ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കേട്ടോ കിടക്കുന്നത്. ആ സമയത്ത് ബ്ലഡൊക്കെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് വരുന്നൊക്കെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കനകദുർഗ അറിയാണ് കേട്ടോ, പാലിൽ വിഷം ചേർത്ത് കൊടുത്തിരിക്കുന്നത് അനാമികയാണ് നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് എന്നുള്ള കാര്യം. അപ്പോഴേക്കും കനകദുർഗ അനന്തപുരിയിലെത്തി അനാമികയെ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വിശേഷമാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഡോക്ടർ ആദർശിനോട് പറയാണ് കേട്ടോ, അമ്മയുടെ ഒരു റെയർ ഗ്രൂപ്പ് ബ്ലഡാണ്, അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് കിട്ടാനായിട്ട് ഇവിടെയില്ല, അതുകൊണ്ട് അത് അന്വേഷിക്കണം, കണ്ടെത്തണം എന്ന് പറയുകയാണ് കേട്ടോ. ഏതെങ്കിലും ഗ്രൂപ്പുകളിലോ മറ്റോ ഒക്കെ അതിനായിട്ട് AB നെഗറ്റീവ് ബ്ലഡിനായിട്ട് അന്വേഷിക്കണം, ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ അതില്ല എന്ന് പറയുമ്പം ആദർശ് ഇനിയിപ്പം അതെവിടെയാണ് അന്വേഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ ആദർശ് സെർച്ച് ചെയ്യണം. അപ്പോൾ അനിയോട് പറയുന്നുണ്ട് ഈ ഗ്രൂപ്പ് ബ്ലഡാണ് വേണ്ടത് എന്ന്. അപ്പോൾ അനാമിക പറയുകയാണ് കേട്ടോ, എൻ്റെ ബ്ലഡ് ആ ഗ്രൂപ്പാണ് എന്ന് പറയുകയാണ്. AB നെഗറ്റീവ് അല്ലേ, എൻ്റെ ബ്ലഡ് അതാണെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിനക്ക് വല്യമ്മയ്ക്ക് ആ ബ്ലഡ് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും എനിക്ക് പറ്റില്ല, എൻ്റെ ബ്ലഡൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത്. എനിക്കതിനൊന്നും പറ്റിയ ഒരു ആരോഗ്യസ്ഥിതിയൊന്നും അല്ല, അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ചിന്തിക്കാനുള്ള മഹാമനസ്കതയൊന്നും എനിക്കില്ലെന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം വീണ്ടും ഈ ബ്ലഡ് ഗ്രൂപ്പ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയുന്നുമില്ല. അതേസമയം ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ അനിയും അനാമികയും കൂടെ വല്യമ്മയെ കാണാനായിട്ട്. അപ്പോഴേക്കും ഡോക്ടർമാർ ബ്ലഡിൻ്റെ കാര്യം പറയുമ്പോൾ അനി വീണ്ടും പറയുകയാണ് അനാമികയോട്, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നിനക്ക് ആ ബ്ലഡ് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുക. ഏയ് അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, അങ്ങനെ ബ്ലഡ് കൊടുത്തിട്ടും മറ്റൊന്നും ഉള്ള മഹാമനസ്കതയൊന്നും എനിക്ക് വേണ്ട, എന്നെക്കൊണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല, അത്രയേ ഉള്ളൂന്ന് തീർത്ത് പറയാണ് കേട്ടോ അനാമിക. അതിനുശേഷം നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണെന്ന് അറിയാണ്. അങ്ങനെ നയന സന്നദ്ധത പറയാണ് കേട്ടോ. നയന പറയുന്നുണ്ട്, ഞാൻ തരാം, അയ്യോ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണല്ലോ, അതുകൊണ്ട് പിന്നെ വേറെ ഇനി ആദർശം അന്വേഷിക്കുകയൊന്നും വേണ്ട, ഞാൻ എന്ത് വേണേലും ചെയ്യാം, അമ്മയുടെ ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ലാതെ ഇരുന്നാൽ മതി, ഏതായാലും ഇതൊരു വലിയ ദൈവാനുഗ്രഹമാണ്, നമുക്കത് അങ്ങനെ ശരിയായി കിട്ടിയല്ലോ എന്നൊക്കെ പറയാണ് നയന. അങ്ങനെ നയന ബ്ലഡ് കൊടുക്കുകയാണ് കേട്ടോ ദേവയാനിക്ക്. ദേവയാനി ഇതൊന്നും അറിയുന്നില്ല, അബോധാവസ്ഥയിൽ തന്നെയാണ് ദേവയാനി. അപ്പോൾ ആ സമയത്ത് നയനയുടെ ബ്ലഡാണ് ദേവയാനിയുടെ ശരീരത്തിലേക്ക് കയറുന്നത്, അനാമികയുടെ ബ്ലഡല്ല. അങ്ങനെ നയന ബ്ലഡൊക്കെ കൊടുത്ത് ദേവയാനി സുഖം പ്രാപിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസങ്ങൾ കൂടി ഹോസ്പിറ്റലൊക്കെ കിടന്നതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഡോക്ടർ പറയാണ്. വീട്ടിൽ ആരെങ്കിലും നിന്നിട്ട് നോക്കിയാൽ മതി എന്ന് പറയുമ്പോഴും നയന പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം അമ്മയുടെ, വേറെ ആരെയും ഒരു ഹോം നേഴ്സോ അങ്ങനെ ഒന്നും വേണ്ട എന്ന് പറയാണ്. അപ്പോൾ ആദർശം നിർബന്ധിക്കുകയാണ്, അങ്ങനെ താൻ പറയണ്ട, ഒരു ഹോം നേഴ്സിനെ നമുക്ക് നിർത്താം, അതിനുള്ള സ്ഥിതിയൊക്കെ അനന്തപുരിയിലുണ്ടല്ലോ എന്ന് പറയാൻ. അപ്പം നയന പറയുന്നുണ്ട്, അതുകൊണ്ടല്ല ആദർശേട്ടാ, അതൊക്കെ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഇങ്ങനെ ഒരു അവസ്ഥയിലെങ്കിലും അമ്മയെ ശുശ്രൂഷിക്കാനും നോക്കാനും ഒക്കെ എനിക്ക് പറ്റുമല്ലോ, അല്ലാത്ത സമയത്തൊക്കെ അമ്മ എന്നെ കണ്ണ് കയറി കാണരുത്, അതുകൊണ്ട് ആദർശേട്ടൻ ഇതിന് എതിരൊന്നും പറയരുതെന്ന് പറയുകയാണ്. അങ്ങനെ ദേവയാനിയെ എല്ലാ കാര്യങ്ങളും നോക്കി നല്ല രീതിയിൽ ശുശ്രൂഷിക്കുകയാണ് കേട്ടോ നയന. അതേസമയം ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് അനാമികയും ജലജയും ജാനകിയും ഒക്കെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ദേവയാനിയുടെ 5 അയലോക്കത്തോട്ട് പോലും അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. അതൊക്കെ ദേവയാനി കിടന്നുകൊണ്ട് മനസ്സിലാക്കുകയാണ് കേട്ടോ. ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവർ പറയുന്ന കുത്തുവാക്കുകളും എല്ലാം ദേവയാനി കേൾക്കുകയാണ്. അതേസമയം നയനയാണെങ്കിൽ ഓരോ കാര്യത്തിലുള്ള കരുതലും ഒക്കെ ദേവയാനിക്ക് മനസ്സിലാകുകയാണ്. അതുപോലെ നയനയാണ് രക്തം കൊടുത്തതെന്ന് കൂടി ദേവയാനി അറിയുമ്പോഴേക്കും തീർത്തും അനാമികയും ഒക്കെ വെറുത്ത് പോവുകയാണ് കേട്ടോ. പിന്നെ നയനയോടൊപ്പമാണ് ദേവയാനി നിൽക്കുന്നതൊക്കെ. അതേസമയമാണെങ്കിൽ അനാമികയാണ് പാലിൽ വിഷം ചേർത്ത് കൊടുത്തതെന്നുള്ള കാര്യം കനകദുർഗ അറിയാണ് കേട്ടോ. ഈ വിവരം നന്ദുവിനോട് അനി വിളിച്ച് പറയാണ്, ചെറിയ ഒരു സംഭവം ഉണ്ടായി, എന്താണെന്നറിയാമോ അമ്മ, വല്യമ്മ ഇങ്ങനെ കിടക്കുന്നത്, വല്യമ്മയ്ക്ക് അസുഖം കൊണ്ടൊന്നും അല്ല, ക്ഷീണം കൊണ്ടും അല്ല, വല്യമ്മ കുടിച്ച പാലിൽ ആരോ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുക. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, അത് ആര് ചേർക്കാൻ, എന്ത് പറയാനാ, നയനേടത്തിയാണ് പാല് തിളപ്പിച്ച് വെച്ചത്, പാല് കാച്ചി വെച്ചത് നയനേടത്തിയാണ്, നവ്യടത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ച പാലാണ്, പക്ഷേ അത് വല്യമ്മ എടുത്ത് കുടിക്കുകയായിരുന്നു ചെയ്തത്, അങ്ങനെയാണ് വല്യമ്മയുടെ ഉള്ളിൽ വിഷം ചെന്നതെന്ന് പറയണം. അപ്പം നന്ദുവിന് ആകപ്പാടെ ടെൻഷനാവുകയാണ്, നയനേടത്തി അങ്ങനെ. അപ്പോൾ അനി പറയുന്നുണ്ട്, ഏയ് നയനേടത്തി അങ്ങനെയൊന്നും ചെയ്യില്ല, നയനേടത്തി ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അഭിയും അപ്പച്ചിയും ഒക്കെ അവിടെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ സ്വഭാവം ശരിക്കും അറിയാമല്ലോ തനിക്ക്, അവരാരോ ചെയ്തതാ, നയനേടത്തിയെ കരുവാക്കിയതാണ് അതിന് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് നവ്യടത്തി എങ്ങാനും കുടിച്ചിരുന്നെങ്കിൽ നവ്യടത്തിയുടെ കുഞ്ഞ് പോയേനേന്ന് പറയുമ്പം നന്ദു പറയണം, അയ്യോ അപ്പം നവ്യടത്തിയുടെ ജീവിതമൊന്നും അവിടെ സുരക്ഷിതമല്ല അല്ലേ എന്ന് പറയാണ്.
നന്ദു അത് ചെന്നിട്ട് കനകദുർഗയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട്, അമ്മേ, അനന്തപുരിയിലെ ദേവയാനി വല്യമ്മ ആശുപത്രിയിലായത് വെറുതെ ഒന്നുമല്ല, അസുഖം മൂലമൊന്നുമല്ല. പാല് തിളപ്പിച്ച് വച്ചിരുന്നു നവ്യടത്തേക്ക് വേണ്ടിയിട്ട്. ആ പാലെടുത്ത് ദേവയാനി വല്യമ്മ കുടിച്ചപ്പോഴേക്കും അങ്ങനെയാണ് ആദർശേട്ടൻ്റെ അമ്മ ആശുപത്രിയിലായത്. അതിൽ കൊടും വിഷമാണ് ആരാണ്ട് ചേർത്തിരുന്നത്. ആരാന്നറിയില്ല. പാല് കാച്ചി വെച്ചത് നയനേടത്തിയാണ്. നവ്യേടത്തിക്കുള്ള പാലായിരുന്നു. എന്നും നയനേടത്തി അത് ചെയ്ത് കൊടുക്കാറുള്ളത്. പക്ഷേ ആ ദിവസത്തെ പാല് ആദർശേട്ടൻ്റെ അമ്മയാണ് കുടിച്ചത്. അങ്ങനെയാണ് സംഭവിച്ചത്. മരണം വരെ സംഭവിക്കാവുന്ന ഒരു മരുന്നാണ്, ആളെ കിടപ്പിലാക്കി പോകുന്ന ഒരു കഠിനമായ മരുന്നാണ് അതിൽ ചേർത്തിരുന്നതെന്ന് പറയുമ്പം കനകദുർഗ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇതാരാ മോളെ ചെയ്തത്? ആരാ അവിടെ ഇത് ചെയ്തത്? നയനയുടെ തലയിലേക്ക് വരുമല്ലോ ഇനി ഇതെല്ലാം. നയന ഒരിക്കലും നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാനോ നവ്യയെ കൊല്ലാനോ ഒന്നും ചെയ്യില്ല. എന്ന് മാത്രമല്ല, ദേവയാനിക്ക് ഒരു ദോഷം വരുന്ന കാര്യവും അവൾ ചെയ്യില്ല. അവരെത്ര അവളെ ദ്രോഹിച്ചാലും അവൾ ഒരിക്കലും ദേവയാനിക്ക് ഒരു ദ്രോഹവും വരുത്തില്ല എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അനിയ ഇപ്പം ഈ വിവരം എന്നോട് പറഞ്ഞത്. ഒരിക്കലും നയനേടത്തി ചെയ്തു എന്ന് അനി പറയുന്നില്ല. മറ്റാരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടല്ലോ, അബിയുടെ അമ്മയും അതുപോലെ അബിയും പിന്നെ ആ വിഷവിത്ത് അനാമികയും അവളുടെ അമ്മയൊക്കെ അവരാരും കുറഞ്ഞതല്ലല്ലോ. അവരാരോ നവ്യേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പണി ചെയ്ത് വച്ചതാണെന്നാണ് തോന്നുന്നത്. അത് ആദർശേട്ടൻ്റെ അമ്മയ്ക്കാണ് ഏറ്റത്. അങ്ങനെ അവർ കിടപ്പിലായി പോവുകയും ചെയ്തു. എന്തായാലും ഇതൊരു വലിയ പ്രശ്നമാകുകയാണ് കേട്ടോ. ഇനിയും നവ്യേച്ചിയുടെ ജീവിതം അവിടെ സുഖമാകുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇതുപോലെയുള്ളവരൊക്കെ അവിടെ ഉള്ളപ്പം എന്ത് സുരക്ഷിതത്വം ഉള്ളത് എന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് അറിഞ്ഞൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കനകദുർഗ അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അനാമിക വീട്ടിലേക്ക് പിണങ്ങിയൊക്കെ പോയിരിക്കുകയാണ്. പിണങ്ങിപ്പോയ അനാമിക അമ്മയും പിന്നീട് തിരിച്ചു വരികയാണ് കേട്ടോ. അധിക ദിവസമൊന്നും അവിടെ നിന്ന് അനി കൂട്ടിക്കൊണ്ട് പോരാൻ വരുമെന്ന് നീ വിചാരിക്കേണ്ട എന്ന് പറയുകയാണ് കേട്ടോ രേവതി. അപ്പം ഉടനെ അനാമിക പറയുന്നുണ്ട്, അനി വരാതെ ഇനി ഞാൻ പോകില്ല, അനി എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാതെ ഞാൻ പോകില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ വേണുവും പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ, അവിടുത്തെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അത് മാത്രം നീ ആലോചിച്ചാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ രേവതിയും അനാമികയും തിരിച്ച് അനന്തപുരിയിൽ ചെന്ന് കയറുകയാണ് കേട്ടോ. പക്ഷെ അനി യാതൊരു മൈൻഡും ചെയ്യുന്നില്ല. ഈ സമയത്താണ് കനകദുർഗ അവിടെ എത്തുന്നത്. കനകദുർഗ നല്ല ദേഷ്യത്തിലാണ് എത്തുന്നത്. കനകദുർഗ വരുമ്പോഴേ തന്നെ അനാമികയെന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, എന്നാ നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ മകള് വിഷം കലക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും. പായസത്തിൽ പൊടി ചേർത്ത് തന്ന് ഞങ്ങളുടെ എല്ലാം വയറിളക്കിയതാണ്. അതുപോലെ തന്നെ വല്യമ്മയ്ക്കുള്ള പാലിൽ വിഷം ചേർത്ത് തന്ന് അവരെയും കിടപ്പാക്കി. നല്ല ആനപ്പകയുള്ളതാണ് നിങ്ങളുടെ മകൾക്ക് എന്ന് പറയുമ്പോഴേക്കും കനകദുർഗ ആഞ്ഞൊരടി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമികയ്ക്കിട്ട്. എന്നിട്ട് പറയാണ്, നീ ഇനി ഒരക്ഷരം എൻ്റെ മക്കളെക്കുറിച്ച് പറയരുത്. നീയല്ല ഇത് ചെയ്തത്. നവ്യയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി നീയല്ല ഈ പാലിൽ വിഷം ചേർത്ത് കൊടുത്തത്. നീ എത്ര ദുഷ്ടയാണ്. എന്താണ് നിൻ്റെ മനസ്സിലുള്ളത്? വേറെ ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യൂടി? നീ തന്നെയല്ലേ ഇത് ചെയ്തത്. അത് പാവം ദേവയാനിക്കിട്ടാണ് ഏറ്റതെന്നേ ഉള്ളൂ. പക്ഷേ ഇനി ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് നിൻ്റെ കൈ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുമ്പും നോക്കില്ല, നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും എന്ന് പറയാണ് കേട്ടോ കനകദുർഗ. അതേസമയം കനകദുർഗ എന്നിട്ട് പറയുന്നുണ്ട്, നവ്യയുടെ ജീവിതം ഇവിടെ യാതൊരു സുരക്ഷിതത്വം ഇല്ലെന്ന് എനിക്കറിയാം. നിന്നെപ്പോലെയുള്ളവരല്ലേ കൂടെ ജീവിക്കുന്നത്. അതുകൊണ്ട് അനാമിക, നീയും നിൻ്റെ അമ്മയും അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഇതുപോലെ ഇന്ന് സുഖമായി ജീവിക്കാമെന്ന് വിചാരിക്കരുത്. നിൻ്റെ അമ്മയും കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയിക്കോളാം എന്ന് പറയാണ് കേട്ടോ കനകദുർഗ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്